എല്ലാവർക്കും നമസ്കാരം. കേരളത്തിന് വേണ്ടിയുള്ള എൻ്റെ പകൽക്കിനാവുകൾ എപ്പിസോഡ് 2 സ്വാഗതം. ഒരുപാട് നാളത്തെ ആഗ്രഹങ്ങൾക്ക് ശേഷമാണ് കഴിഞ്ഞ വർഷം ആറന്മുളയിലൊന്ന് പോകാനും പമ്പാ നദിയോട് ചേർന്ന് താമസിക്കാനും ആറന്മുള വള്ളസദ്യ കഴിക്കാനും അതുപോലെ വഞ്ചിപ്പാട്ട് കേൾക്കാനും ഒക്കെ ഒരു അവസരം ലഭിച്ചത്. അപ്പോൾ അവിടെ ഒരുപാട് ഇഷ്ടത്തോടെ ആഗ്രഹത്തോടെയാണ് ആറന്മുള കണ്ണാടി നിർമ്മാണശാലയിലേക്ക് ഞാനന്ന് പോയത്. അവിടെ വളരെ ചുരുക്കം വർക്ക്ഷോപ്പുകളാണ് വളരെ ഒത്തൻറ്റിക്കായ രീതിയിൽ അവിടെ തന്നെ നിർമ്മിച്ച് അതിൽ ഒരുപാട് പേര് എടുത്തിട്ടുള്ള ആശാന്മാരായിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ അവിടെ പോയി ഇതിനെക്കുറിച്ച് കേൾക്കാനും കാണാനും മനസ്സിലാക്കാനും ഒക്കെ സാധിച്ചു. അവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട് ആറന്മുള കണ്ണാടി കൊടുക്കുന്നതായിട്ടുള്ളത്. പിന്നെ ഈ ആറന്മുള കണ്ണാടിയുടെ ഒരു നിർമ്മാണ പ്രക്രിയ എന്ന് പറയുന്നത് വളരെ സവിശേഷതയുള്ള ഒരു കമ്മ്യൂണിറ്റിയുടെ മാത്രം ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ആയിട്ടുള്ള ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ അഥവാ ഭൗമസൂചിക പദവി നേടിയിട്ടുള്ള ഒന്നാണ്. അപ്പം ഞാൻ അവിടെ നിന്ന് ആലോചിച്ച് വന്ന് എന്തുകൊണ്ടാണ് ഇതുവരെ നമ്മൾ കേരള ടൂറിസത്തിൻ്റെ പേരിൽ ഈ ഒരു ആറന്മുള കണ്ണാടി എന്നുള്ള ഈ മനോഹരമായിട്ടുള്ള ഒരു പ്രോഡക്റ്റിന് ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു ക്യാമ്പയിൻ നടത്താത്തത് എന്ന് ഞാൻ ആലോചിച്ചു. ഇതുവരെ അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെറ്റാണെങ്കിൽ തിരുത്തുക. അപ്പോൾ കേരള ടൂറിസത്തിന് നമുക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് ആറന്മുള കണ്ണാടി. ആറന്മുളയിലെ ഒരു ഹെറിറ്റേജ് വാക്ക്, അതുപോലെ കണ്ണാടി നിർമ്മാണശാലകളെ സന്ദർശിക്കുകയും മനസ്സിലാക്കുകയും വാങ്ങാനായിട്ട് ഇടവരുത്തുകയൊക്കെ ചെയ്യുന്നത് വളരെ മികച്ച രീതിയിൽ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കേണ്ടുന്ന ഒന്നാണ്. അവിടെ ചെറിയതായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ ഓൾറെഡി ഉണ്ട്, ഇല്ല എന്നല്ല. എങ്കിൽ കൂടി ഈ പ്രോഡക്റ്റിന് എങ്ങനെയാണ് കുറച്ചുകൂടി പ്രാധാന്യം കൊണ്ടുവരിക എന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അവിടെ ഈ ഒരു നിർമ്മാണത്തിൽ ഏർപ്പെടുന്നത് ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ളവർ മാത്രമാണ്. അത് തന്നെ ഒരു വളരെ ചുരുക്കം പേരാണ് അതിൽ ഫുൾ ടൈമായിട്ട് ഇൻവോൾവ് ആയിട്ടുള്ളത്. കാരണം പുതിയ തലമുറയിൽപ്പെടുന്ന പലരും അതിലേക്ക് കടന്നു വരുവാനായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ അതിൽ മാത്രമായിട്ട് നിലനിൽക്കാനോ അത്രയും താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ എക്സ്പെർട്ടീസ് ആയിട്ടുള്ളവർ വളരെ ചുരുക്കം, വിരലിലെണ്ണാവുന്നവർ മാത്രമാണ്. അപ്പോൾ ആ ഒരു എക്സ്പെർട്ടീസ് നേടാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു വൈദഗ്ധ്യം നേടാനായിട്ടുള്ള ഒരു സാഹചര്യം ഇപ്പം ഒരുപക്ഷെ നിലവിലുള്ള അവരുടെ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന യുവാക്കൾ അല്ലെങ്കിൽ ചെറുപ്പക്കാർ ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കുവാൻ. അപ്പം ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ കമ്മ്യൂണിറ്റിയുടെ ഈ ഒരു അറിവിന്മേൽ അല്ലെങ്കിൽ ഈ ഒരു വിദ്യയിലുള്ള അവരുടെ ഓണർഷിപ്പ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇൻ്റലക്ച്വൽ റൈറ്റ്സ് അംഗീകരിച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അത് നിലനിർത്തിക്കൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഇതിനെക്കുറിച്ച് പഠനം, ഈ ഒരു പ്രോഡക്റ്റിനെക്കുറിച്ച് ഉള്ള ഒരു പഠനം മറ്റുള്ളവർക്കായി കൂടി തുറന്നു കൊടുക്കാനായിട്ട് സാധിക്കുമോ എന്നാണ് ഞാൻ ആലോചിച്ചത്. ആർട്ട്, ഡിസൈൻ അല്ലെങ്കിൽ എൻജിനീയറിംഗ് തുടങ്ങിയ പല മേഖലകളിലുള്ളവർക്ക്, വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല അല്ലാത്തവർക്കും ഒരുപാട് കൗതുകം ഉണർത്തുന്ന തരത്തിലുള്ള ഒരു പ്രോസസ്സാണ് ഈ ആറന്മുള കണ്ണാടിയുടേത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പഠനം എന്ന് പറയുന്നത് ഒരുപക്ഷെ താല്പര്യമുള്ളവരിലേക്ക് കൂടി തുറന്നു കൊടുക്കുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും കൂടുതൽ സാധ്യതകൾ ഒരുപക്ഷെ രൂപീകരിക്കാനും ഒക്കെ ഈ ഒരു പഠനത്തിൻ്റെ ലെവലിൽ ഇതിനെ തുറക്കുന്നത് ഒരുപക്ഷെ നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതേസമയം നമുക്ക് ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ അവകാശം അല്ലെങ്കിൽ ഈ കമ്മ്യൂണിറ്റിയുടെ ഓണർഷിപ്പ് അല്ലെങ്കിൽ റൈറ്റ്സ്, അതുപോലെ തന്നെ ഒരുപക്ഷെ നിർമ്മാണത്തിനും വ്യവസായത്തിനുമായിട്ടുള്ള, അതായത് വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള നിർമ്മാണം എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റിയിൽ തന്നെ നിക്ഷിപ്തമാക്കിക്കൊണ്ട് അത് സുരക്ഷിതമാക്കിക്കൊണ്ട്, എന്നാൽ പഠനം, ഇതിനെക്കുറിച്ചുള്ളൊരു പഠനം അല്ലെങ്കിൽ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ടെക്നിക്സ് അല്ലെങ്കിൽ ഇത്രയും മനോഹരമായിട്ടുള്ള ഒന്ന് എങ്ങനെയാണ് ഈ രൂപീകരിക്കപ്പെടുന്നത്, ഒരു ലോഹ മിശ്രിതം എങ്ങനെയാണ് ഒരു മിററിലേക്ക് മാറ്റപ്പെടുന്നതെന്നുള്ള പഠനം ഒരുപക്ഷെ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു അണ്ടർസ്റ്റാൻഡിങ്, എന്താ പറയുക, ഗ്ലോബലിയും ഒക്കെയുള്ളൊരു റെക്കഗ്നീഷനും കുറച്ച് കൂടി നമുക്ക് നേടാനായിട്ട് സാധിച്ചേക്കും. പിന്നെ ഇത് കുറച്ച് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. അതായത് ഒരുപക്ഷെ നാളെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഇത് ചെയ്യുവാൻ മികവുള്ളവരാരുമില്ലെങ്കിൽ
അപ്പോൾ ഈ ഒരു ടെക്നിക്ക് നമുക്ക് അന്യം നിന്ന് പോകാനായിട്ട് പാടില്ല. അതുകൊണ്ട് തന്നെ ഇവരിലെല്ലാ റൈറ്റ്സും അല്ലെങ്കിൽ അവരുടെ റോയൽറ്റിയും അവരുടെ ഓണർഷിപ്പും ഒക്കെ നിലനിർത്തിക്കൊണ്ട് വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള നിർമ്മാണവും വിൽപ്പനയും അവരിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട്, എന്നാൽ അതേസമയം പഠനം എന്നുള്ളത് എല്ലാവരിലേക്കുമായി തുറന്നു കൊടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കുറച്ചുകൂടി ഈ ഒരു വിദ്യ നിലനിർത്തപ്പെടുകയോ അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ സംരക്ഷിക്കപ്പെടുകയോ ചെയ്തേക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. എൻ്റെ ഒരുപക്ഷെ ഇതിൽ ചെറിയ ന്യൂനതകളും അതിലൊരുപാട് സമവായങ്ങളും ചർച്ചകളും പുതിയ തരത്തിലുള്ള ഡിസ്കഷൻസും ഒക്കെ ആവശ്യമായി വന്നേക്കാം. എങ്കിൽ കൂടിയും ഈ ഒരു അടുത്ത ഒരു 25 അല്ലെങ്കിൽ 30 കൊല്ലങ്ങൾക്കുള്ളിൽ ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വന്നേക്കാം. അക്കാലത്തിൽ ഇത് നഷ്ടപ്പെട്ടു പോവാതെ നമ്മൾ ഏതെങ്കിലും രീതിയിൽ നമുക്ക് പ്രിസർവ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ആശയം ഒരുപക്ഷെ ഉപകരിച്ചേക്കാമെന്ന് തോന്നിയത്. അതുപോലെ തന്നെ കേരള ടൂറിസം ഈ ആറന്മുള കണ്ണാടിക്ക് അതീവ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രത്യേകമായിട്ടുള്ള ക്യാമ്പയിൻസ് ചെയ്യണമെന്നും എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. താങ്ക് യു.